ഹലോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസ്, എല്ലാവർക്കും i+ലേക്ക് സ്വാഗതം. സോ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു 5 ഡേ ഫ്രീ ക്ലാസ്സസ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസവും 5 വ്യത്യസ്ത വിഷയങ്ങൾ തന്നെയായിരുന്നു. അപ്പം 1 ഡേ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ 5 ദിവസത്തെ ഫ്രീ ക്ലാസ്സിന് ശേഷം കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാക്കി പോർഷൻസ് എല്ലാം തന്നെ, അതായത് ജനറൽ ഇംഗ്ലീഷ്, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്, GK അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പഠിക്കാൻ ഒരുപാട് രീതികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സോഴ്സുകൾ അവർ പഠിക്കാറുണ്ട്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനാണ് ഒരു ഗൈഡൻസ് വേണ്ടതെന്ന് അനവധി വിദ്യാർത്ഥികൾ നമ്മളെ അറിയിക്കുകയുണ്ടായി. സോ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ അവരുടെ ഒരു ആവശ്യപ്രകാരം ആ ഒരു കാര്യം കൂടെ റെഡിയാക്കുക എന്നതായിരുന്നു നമുക്ക് ബാക്കിയുണ്ടായിരുന്ന ഒരു കർത്തവ്യം. സോ അതിനുള്ള ഒരു ഉത്തരം എന്ന രീതിയിലാണ് നമ്മൾ ലൈവ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ്, എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ലൈവ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച്. കാരണം എവിടെയാണോ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന്, നമുക്ക് 2 പേപ്പറാണുള്ളത്. 2 പേപ്പറിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പേപ്പറിൽ നമുക്കൊരു 50 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്. ഈ 50 മാർക്ക് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വേറെയും അനവധി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ എക്സാം എഴുതുന്നുണ്ട്. അതിലെല്ലാം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, അല്ലേ? പിന്നെ ഒരു 50 മാർക്ക് കറണ്ട് അഫയേഴ്സ്, പിന്നെ കുറച്ച് ചെറിയ മാത്സ്, ലോജിക്കൽ റീസൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ മറ്റ് പല പരീക്ഷകളിൽ, ഇപ്പോൾ SSC ആവട്ടെ, UPSC ആവട്ടെ, അല്ലെങ്കിൽ PSC ആവട്ടെ, ഇതുപോലെ പല പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ചിട്ടുള്ള പോർഷൻ തന്നെയാണ് ഇത് ആണല്ലോ. മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലേക്ക് വരുമ്പോൾ അവിടെ കേവലം നമുക്ക് ഈ പറയുന്ന പോലെ ബുക്ക് നോളജ് കൊണ്ട് മാത്രം മുന്നിലെത്താൻ സാധിക്കില്ല. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഈ പറഞ്ഞ നമ്മുടെ തോട്ട്സിന് ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മുടെ തോട്ട്സിന് കൃത്യമായിട്ട് അത് ഓർഗനൈസ് ചെയ്ത് നല്ല പോയിന്റുകളായിട്ട് നല്ല ഗ്രാമറിൽ എഴുതാൻ പറ്റണം. അതിന് ദിവസം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കറിയാം, ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേർ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എത്ര കുട്ടികൾ കഴിഞ്ഞ ഇത്ര ദിവസമായിട്ട് ദിവസം എന്തെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലിറ്ററലി നോ വൺ. ആരുടെയും കുറ്റമല്ല, ആരും തന്നെ, എല്ലാവരും വിദ്യാർത്ഥികളും പറഞ്ഞു ആരും തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാറില്ല. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നതാണ് ഈ ഒരു ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസ്ക്രിപ്റ്റീവിന് എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും ടോപ്പർ ആവാൻ സാധിക്കില്ല. റാങ്ക് ഡിസൈഡിങ് പേപ്പർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, അത് മനസ്സിലാക്കുക. സോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ വീക്ക്ലി 2 ലൈവ് സെഷൻസ് ആണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 2 ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നിങ്ങൾ എഴുതുന്നത്. അല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ എല്ലാ ദിവസവും എഴുതി, കൂടെ നിർത്തി എഴുതിച്ച് മെൻറ്റർ ചെയ്ത് ഫീഡ്ബാക്ക് എടുത്തത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ആഴ്ചയിൽ 2 ലൈവ് സെഷൻസ് മീൻസ് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അർത്ഥം. അല്ല 2 ക്ലാസ്സുകൾ മാത്രമെന്നല്ല. ആക്സസ് ടു റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നീട് നമ്മുടെ കംപ്ലീറ്റ് സിലബസിന്റെ റെക്കോർഡഡ് ക്ലാസ്സിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതിലുപരി റീറൈറ്റിംഗ് ചാലഞ്ച്, എഡിറ്റോറിയൽ അപ്ലോഡിംഗ് ചാലഞ്ച്, സ്പോട്ട് ദ മിസ്റ്റേക്ക്, 1 വേർഡ് 1 പാരഗ്രാഫ്, ഹെഡ്ലൈൻ ടു എസ്സേ, ലീഗൽ വൊക്കാബുലറി, പ്രസി റൈറ്റിംഗ്, വൊക്കാബുലറി ബിൽഡിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പോകെ പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് പേപ്പർ ദ സ്കിൽസ്, സ്ട്രാറ്റജി ആൻഡ് സിസ്റ്റം നീഡഡ് ടു സ്കോർ ഹൈ ഇൻ ദ 60 മാർക്ക് പേപ്പർ. ആ 60 മാർക്ക് പരീക്ഷയിൽ നമുക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, എന്ത് മെത്തേഡ്സിൽ പഠിച്ചാൽ നമ്മൾ മുകളിലെത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒബ്ജക്റ്റീവ് പേപ്പറിന്റെ കാര്യം എടുത്തു നോക്കി. ഒരു കാൻഡിഡേറ്റിന്റെ മാർക്ക് 92, കാൻഡിഡേറ്റ് ബിയുടെ മാർക്ക് 89. ഡിഫറൻസ് 3 മാർക്കായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ആവറേജ് ഒബ്ജക്റ്റീവ് പേപ്പറിൽ 2 കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 മാർക്സ്, 4 മാർക്സ്, 2 മാർക്സ് ഈ ലെവലിലായിരിക്കും. എന്നാൽ റാങ്ക് ഡിസൈഡിങ് പേപ്പറായ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഒരു കാൻഡിഡേറ്റ് 32, മറ്റൊരു കാൻഡിഡേറ്റ് 49, കണ്ട് ഒരു 17 മാർക്ക്, 10 മാർക്ക്, 8 മാർക്ക്, 12 മാർക്ക് ഈ ലെവലിലാണ് ഡിഫറൻസ് വരുന്നത്. അതിന് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. സോ ഫൈനൽ റാങ്ക് എന്താണ്? കാൻഡിഡേറ്റ് ബി വിൻ. സോ അതിൻ്റെ അർത്ഥം ദ ഒബ്ജക്റ്റീവ് പേപ്പർ ക്രിയേറ്റ്സ് കോമ്പറ്റിഷൻ. വലിയ മത്സരം സൃഷ്ടിക്കുന്നത് ഒബ്ജക്റ്റീവ് പേപ്പർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ എത്തിക്കുന്നത്. ഡേ 1 തൊട്ട്
ഇപ്പം ഞാൻ ഈ ക്ലാസ്സുകളുമായിട്ട് എന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ പറയുന്ന കാര്യം, റാങ്ക് ഡിസൈഡിങ് പേപ്പർ അത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. കാരണം ഈ ലെവലിലാണ് മാർക്ക് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ കുട്ടികൾ ബാക്കിലായി പോകുന്നത്? നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ തവണ അത്ര 40,000-ഓളം ആൾക്കാർ, ഇത്തവണ അതിൻ്റെ ഇരട്ടി ആൾക്കാരെയാണ് സ്പെക്യുലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കൻസ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക്. അറിയാലോ, ഒരു 50,000 പുറത്തൊക്കെ ആൾക്കാർ ഇത്തവണ എഴുതും എന്നാണ് പല സോഴ്സുകളിൽ നിന്ന് പറഞ്ഞറിയുന്നത്. സ്റ്റുഡൻസ് സ്പെൻഡ് 400 hours on MCQs but less than 10 hours on descriptive writing. ഇതാണ് റിയാലിറ്റി. ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്തപ്പോഴും മനസ്സിലായ കാര്യം ഇതാണ്. ഞാൻ മാത്രമല്ല, മറ്റ് അധ്യാപകരും ക്ലാസ് കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്. കാരണം ആൻറ്റോണിംസ്, സിനോണിംസ് ഒട്ടുമിക്ക എല്ലാ പിള്ളേർക്കും അറിയാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അറിയാം. ഇഡിയംസ് കുറേ അറിയാം. ഫോറിൻ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് കുറേ അറിയാം. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കുറേ അധികം കാര്യങ്ങൾ അറിയാം. എല്ലാ ആൾക്കാരും കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റീവ് പേപ്പറിൽ ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റീവ് പേപ്പറിലെ 95% അല്ലെങ്കിൽ പോട്ടെ 98% കാര്യങ്ങളും അവർ വേറെ പല രീതിയിലും പല പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്നുണ്ട്. അതാണ് സത്യം. അപ്പോൾ മണിക്കൂറുകൾ എടുത്ത് ഈ പറഞ്ഞ MCQs ഒക്കെ എടുത്ത് മണിക്കൂറിലെടുത്ത് MCQs എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ എത്ര വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിന് വേണ്ടി ദിവസം 1 hour മാറ്റി വെക്കുന്നു? ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ ഗ്രാമർ എലോൺ ഫെച്ച് മാർക്സ്? നിങ്ങൾക്ക് ആൻറ്റോണിംസ്, സിനോണിംസ് അറിയാം, നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അറിയാം, റിപ്പോർട്ടഡ് സ്പീച്ച് അറിയാം, പ്രിപ്പോസിഷൻ അറിയാം. അത് വെച്ച് മാത്രം നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചുള്ള നോളജ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ സ്കോർ ചെയ്യാൻ സാധിക്കുമോ? നോ. നിങ്ങൾക്ക് നല്ല പദസമ്പത്തുണ്ട്, വൊക്കാബുലറി നല്ലപോലെ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ മുകളിലെത്താൻ സാധിക്കുമോ? നോ. നോളജ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? നോ. അപ്പൊ മനസ്സിലാക്കുക, 50 മാർക്ക് ഇംഗ്ലീഷിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് 48 സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ആ നോളജ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്കോർ ചെയ്യാൻ കഴിയില്ല. കാരണം ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് വേണ്ടത് തിങ്കിങ്, വ്യക്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം, തോട്ട്സ് പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അത് എഴുതാനുള്ള കഴിവുണ്ടാവണം, അത് എഡിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അത് പ്രൂഫ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. പിന്നെ കൃത്യമായിട്ട് ഇതെല്ലാം നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ മുന്നിൽ വരാൻ സാധിക്കൂ. ഓക്കെ, ഇനി ഏറ്റവും വലിയ മിത്ത് എന്ന് പറയുന്നതാണ്, ഇത് ഓൾറെഡി ഞാൻ ആ ഫ്രീ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, മൈ ഇംഗ്ലീഷ് ഇസ് വീക്ക്. റോങ്. നിങ്ങളുടെ ഇംഗ്ലീഷ് വീക്കാണ്, അത് കാരണം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് മികച്ചതാക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത പല കുട്ടികൾക്കും ഉണ്ട്. ദ ഹൈക്കോർട്ട് ഡസ് നോട്ട് വാണ്ട് പോയറ്റ്സ്, നോവലിസ്റ്റ് ഓർ ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ്. ഹൈക്കോർട്ട് ടെസ്റ്റ് എക്സാം ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് പ്രൊഫസർ ആണോ എന്നല്ല, മറിച്ച് നിങ്ങൾ ക്ലിയർ തിങ്കേഴ്സ് ആണോ, ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണോ, ഓർഗനൈസ്ഡ് റൈറ്റേഴ്സ് ആണോ എന്ന് മാത്രമാണ്. സോ മോസ്റ്റ് essays സ്കോറിംഗ് 18 out of 20. ഒരു 20ൽ 18 മാർക്ക് കിട്ടുന്ന essays നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മനസ്സിലാവുന്ന കാര്യം, അതെല്ലാം സിമ്പിൾ ഇംഗ്ലീഷ് ആണ്, ഷോർട്ട് സെന്റൻസ് ആണ്, ക്ലിയർ ഐഡിയാസ് ആണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെൽഫ് സ്റ്റഡി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്? അതിനർത്ഥം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിനർത്ഥം. സെൽഫ് സ്റ്റഡിയുടെ ഒരു പരിമിതിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാൻ യു ലേൺ സ്വിമ്മിങ് ബൈ റീഡിങ് ബുക്സ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറി എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്വിമ്മിങ് നിങ്ങൾ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നീന്താൻ പറ്റൂ? ഒരിക്കലുമില്ല. ക്യാൻ യു ലേൺ ഡ്രൈവിംഗ് ബൈ വാച്ചിങ് യൂട്യൂബ് കണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഡ്രൈവിംഗ് പഠിച്ച് ജയിക്കാൻ പറ്റുമോ? ഇല്ല. റൈറ്റിങ്ങും അതുപോലെയാണ്. നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ റൂൾസ് അറിയാമായിരിക്കും, ഓക്കെ, പിന്നെ ഈ പറഞ്ഞ അതിൻ്റെ മെത്തഡോളജി അറിയാമായിരിക്കും, വാക്കുകളുടെ അർത്ഥം അറിയാമായിരിക്കും, പ്രൊണൗൺസിയേഷൻ അറിയാമായിരിക്കും. ഇത്ര അറിയാമെങ്കിലും ഒരു നല്ലൊരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ സ്റ്റഡീസ് MCQs എലോൺ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് പേപ്പറിലെ 100ൽ 100 സാധനവും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്കുള്ള പഠനം, സ്വയമുള്ള പഠനം പരാജയപ്പെടുമെന്നല്ല അർത്ഥം. ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഒരാളുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതെല്ലാം ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ കാരണം എന്തുകൊണ്ടാണ് പറ്റുന്നത്? റൈറ്റ് ആൻസർസ് അവൈലബിൾ എല്ലായിടത്തും. ഇപ്പം ഞാനില്ലെങ്കിൽ പോലും വേറൊരാൾ, ഇപ്പം ഒരു ടീച്ചർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ആൻറ്റോണിംസും സിനോണിംസും അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിച്ചെടുക്കാൻ 100 കണക്കിന് സോഴ്സുകളുണ്ട്. പക്ഷേ റൈറ്റിങ്ങിൽ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ആര് പറഞ്ഞു തരും?
സെന്റൻസ് പ്രോബ്ലം, പാരഗ്രാഫ് സ്ട്രക്ചർ, വൊക്കാബുലറി, പ്രസന്റേഷൻ, ഇതിനകത്തൊക്കെയുള്ള ടിപ്സ്, ഇതിൻ്റെയൊക്കെ അപ്രോച്ചസ്, ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. നിങ്ങൾ എല്ലാ ദിവസവും എഴുതി പഠിച്ചില്ലെങ്കിൽ ഇന്നൊരു ദിവസം, ഈ ദിവസം തൊട്ട് നിങ്ങൾ അടുത്ത 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ച് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങളുടെ പറയുന്നത് നിങ്ങൾ ടോപ്പ് 50-ക്കകത്താണ് വരാൻ പോകുന്നത്. കറക്ഷൻ, റീറൈറ്റിംഗ്, ഫീഡ്ബാക്ക്, റിപ്പീറ്റ്, ഇത് ഉറപ്പായിട്ടും വേണം. റൈറ്റിംഗിൽ ഇത്രയും കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, ഇതാണ് റൈറ്റിംഗ് പിരമിഡ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് വേണം നമുക്ക് പ്രിപ്പറേഷൻ നടത്താനായിട്ട്. അതായത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്, ഇപ്പോൾ എഴുതാൻ നമുക്ക് വൊക്കാബുലറി, പദസമ്പത്ത് വേണം, വൊക്കാബുലറി. ആ വൊക്കാബുലറി ബിൽഡ് ചെയ്താണ് നമ്മൾ സെന്റൻസുകളിലേക്ക് വരുന്നത്. സെന്റൻസുകൾ എഴുതിയാണ് നമ്മൾ പാരഗ്രാഫിലേക്ക് എത്തുന്നത്. പാരഗ്രാഫുകൾ എഴുതി നമ്മൾ സമ്മറി പഠിക്കുന്നു. അതുവഴി പ്രസിയിലേക്ക് എത്തുന്നു, അവിടുന്ന് എസ്ഐയിലേക്ക് എത്തുന്നു, പിന്നെ മോക്ക് ടെസ്റ്റ്, പിന്നെ അവിടുന്ന് റാങ്ക്. ഇതാണ് ആ റൈറ്റിംഗ് പിരമിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത് വൊക്കാബുലറി ബിൽഡിംഗ് പഠിച്ചുകൊണ്ടാണ്. ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് വലിയൊരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മോസ്റ്റ് സ്റ്റുഡൻസ് സ്റ്റാർട്ട് ഡയറക്ട്ലി ഫ്രം എസ്ഐസ്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ എസ്ഐസ് എഴുതിയെന്ന് തുടങ്ങും. അല്ല, തെറ്റ്. എസ്ഐസ് എഴുതിയല്ല തുടങ്ങേണ്ടത്. ടോപ്പ് റാങ്കേഴ്സ് ബിൽഡ് ലെയർ ബൈ ലെയർ. ഓരോരോ ഘട്ടമായിട്ട് വേണം നിങ്ങൾ കയറി വരാൻ. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഇനി നമ്മളുടെ I+ ഇവിടെ ഒരുക്കുന്ന ആ യൂണീക്ക് ലേണിംഗ് എക്കോസിസ്റ്റം എന്താണ്? ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, അന്ന് ഏകദേശം ലൈവ് ക്ലാസ് ഇരുന്ന 100ഓളം വിദ്യാർത്ഥികളിൽ എല്ലാവരും പറഞ്ഞ കാര്യം, നമുക്ക് എല്ലാ ദിവസവും എഴുതാൻ പറ്റുന്നില്ല. കാരണം സെൽഫ് മോട്ടിവേഷൻ ഇല്ല, ഇതൊന്ന് പറഞ്ഞു തരാൻ ആരുമില്ല, ഗൈഡൻസിന് ആരില്ല, നമ്മൾ എഴുതിയാൽ അത് തെറ്റാണോ എന്ന് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ആരുമില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡെയിലി നിങ്ങൾ എഴുതാതെ നിങ്ങൾക്ക് ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ മുന്നേറാൻ സാധിക്കില്ല. സോ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസ്. കാരണം ഏറ്റവും പരമമായ സത്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് ഇംപ്രൂവ്സ് ഓൺലി ബൈ റൈറ്റിംഗ്. എഴുത്തിലൂടെ മാത്രമേ എഴുത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. മോസ്റ്റ് ആസ്പിറൻസ് സ്പെൻഡ് മന്ത്സ് റീഡിംഗ് ബട്ട് ഹാർഡ്ലി റൈറ്റ്. ഇതാണ് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആസ്പിറൻസ് പോലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ മണിക്കൂറുകളെടുത്ത് അത് പഠിച്ചു, പക്ഷെ 1 മണിക്കൂർ ഒരു ദിവസം ഞാൻ എഴുതാൻ സമയം കൊടുത്തില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദ എക്സാമിനേഷൻ ഹോൾ ദേ സ്ട്രഗിൾ ടു ഓർഗനൈസ് ദർ ഐഡിയാസ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100-ൽ 100 നിങ്ങൾ ഫസ്റ്റ് പേപ്പറിന് മേടിച്ചാലും കൃത്യമായ പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പറിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ഒരു ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി നോക്കൂ, റൈറ്റിംഗ് സ്പീഡ് ഡെവലപ്പ് ചെയ്യപ്പെടും. എലിമിനേറ്റ്സ് ഫിയർ ഓഫ് ദ ബ്ലാങ്ക് ആൻസർ ഷീറ്റ്. ഇംപ്രൂവ് സെന്റൻസ് ഫോർമേഷൻ നാച്ചുറലി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ എല്ലാ ദിവസവും 10 മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ തന്നെ 3-4 മാസം കഴിഞ്ഞ് നാച്ചുറലി ഇംപ്രൂവ് ആവും. മനസ്സിലായില്ല? അതുപോലെ നിങ്ങളുടെ സെന്റൻസ് ഫോർമേഷൻ നാച്ചുറലി ഇംപ്രൂവ് ആവും. നിങ്ങൾ കൺസിസ്റ്റൻസിയും കോൺഫിഡൻസും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും. റൈറ്റിംഗ് ഒരു ഡെയിലി ഹാബിറ്റ് ആവുകയും ചെയ്യും. ഒരു കാര്യം നമ്മുടെ ഡെയിലി ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് ഒരു വലിയ മാസ്റ്ററി വന്നു ചേരും. ഓക്കെ, 2, ഡെയിലി റൈറ്റിംഗ് അസൈൻമെന്റ്സ്. ഇപ്പം എല്ലാ ദിവസവും നിങ്ങൾ എഴുതുന്നു, നിങ്ങൾക്ക് എല്ലാ ദിവസവും എഴുതാനുള്ള അസൈൻമെന്റ്സ് ഇവിടുന്ന് തരും, കൃത്യമായിട്ട് തരും. അത് ഓരോ ദിവസവും ഓരോന്നായിരിക്കും. ഇപ്പം 7 ദിവസം എഴുതേണ്ട കാര്യം നമുക്കില്ല. ലേണിംഗ് ബിക്കംസ് പെർമനന്റ് ഓൺലി ത്രൂ ആപ്ലിക്കേഷൻ. അതായത് ഓരോ ദിവസവും സ്റ്റുഡൻസ് കെയർഫുള്ളി ഡിസൈൻ റൈറ്റിംഗ് ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ റൈറ്റിംഗ് ടാസ്ക് തരും, അത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് നിങ്ങളത്. എല്ലാ ദിവസവും നിങ്ങൾ പാരഗ്രാഫുകൾ എഴുതണ്ട, എല്ലാ ദിവസവും നിങ്ങൾ പ്രസ് എഴുതണ്ട. ഓരോ ദിവസവും കൃത്യ അളവിൽ നിങ്ങൾക്ക് ഓരോ വർക്ക് തരും, അത് നിങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്? നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവും, നിങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് വർദ്ധിക്കും. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് വർദ്ധിക്കാനും നിങ്ങളുടെ ഐഡിയാസിന് കുറച്ചുകൂടെ ലോജിക്കൽ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലുള്ള വിഷയങ്ങളും അത്തരത്തിലുള്ള ടാസ്കുകളുമാണ് ഇവിടെ നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം എഡിറ്റോറിയൽ ചലഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആഴ്ചയിൽ 2 തവണ എഡിറ്റോറിയൽ അനാലിസിസും കാര്യങ്ങളും ലൈവ് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യിപ്പിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിലുപരി ഒരു എക്സാമിനറിനെ പോലെ വായിക്കുക, അല്ലാതെ ഒരു ന്യൂസ് പേപ്പർ റീഡറിനെ പോലെ നോക്കിക്കാണെന്നുള്ളതല്ല. ഒരു എഡിറ്റോറിയൽ, അതിന് നിങ്ങൾക്ക് എങ്ങനെ ഹെഡിങ് കൊടുക്കാൻ പറ്റും, എങ്ങനെ അതിനകത്ത് നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് കണ്ടെത്താൻ പറ്റും,
അതിനകത്ത് സെൻട്രൽ ഐഡിയ എന്താണ്, പ്രധാനപ്പെട്ട വാക്കുകൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണ്? കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂടും. എല്ലാ ദിവസവും നിങ്ങൾ വായിക്കുമ്പോൾ കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂടും. എസ്സേ കണ്ടന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അനാലിറ്റിക്കൽ തിങ്കിങ് വർദ്ധിക്കും. ഓക്കെ, ദെൻ റീറൈറ്റ് ചാലഞ്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചാണ് ഈ റീറൈറ്റ് ചാലഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ പുവർലി റിട്ടേൺ ആയ ഒരു എസ്സേ ഞാൻ തരുന്നു. ഓക്കെ, എല്ലാ കുട്ടികൾക്കും വളരെ പുവർ ആയിട്ടുള്ള എസ്സേ തരും. ഇത് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എഴുതാൻ ഒരു ചലഞ്ച് തരികയാണ്. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ അതിനകത്ത് വളരെ നൂതനമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാലം പറഞ്ഞു തരുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പുവർലി റിട്ടേൺ എസ്സേ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ തരുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് മിസ്റ്റേക്സ് കണ്ടെത്താൻ സാധിക്കും. സെന്റൻസ് റീസ്ട്രക്ചറിങ് നിങ്ങൾ പഠിക്കും. റെപ്പറ്റേറ്റീവ് എറേഴ്സ് നിങ്ങൾ വരുത്താൻ നോക്കും. നിങ്ങൾക്ക് ഒരാഴ്ച ഒരു റീറൈറ്റിംഗ് ചലഞ്ച് കിട്ടി. അങ്ങനെ 5 ആഴ്ച തുടർച്ചയായിട്ട് റീറൈറ്റിംഗ് ചലഞ്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എറേഴ്സ് എന്ന്. കാരണം നിങ്ങൾ എല്ലാ ആഴ്ചയും എറേഴ്സ് സ്പോട്ട് ചെയ്യാൻ തുടങ്ങും. ആ എറേഴ്സ് നിങ്ങൾ പിന്നെ വരുത്താതിരിക്കും. മനസ്സിലായില്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങളുടെ എഡിറ്റോറിയൽ സ്കിൽസ് വർദ്ധിക്കും. പിന്നെ എക്സാമിനേഴ്സ് ഐ സെഷൻ. നിങ്ങൾക്ക് മറ്റാൾക്കാരുടെ ആൻസർ സ്ക്രിപ്റ്റ്സ് വാല്യൂ ചെയ്യാൻ അവസരം ഉണ്ടാകും. അതുവഴി മറ്റുള്ളവർ എഴുതുന്നതിൻ്റെ നിലവാരം എന്താണ്, മറ്റുള്ളവർ സാധാരണ പൊതുവെ വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ദെൻ വൊക്കാബുലറി വോൾട്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്തരം എഴുതി വരുമ്പോഴത്തേക്ക് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ മിസ്റ്റേക്സ് എടുത്ത് നമ്മളൊരു വോൾട്ടിൽ സൂക്ഷിച്ചാൽ തന്നെ അതൊരു വൊക്കാബുലറി വോൾട്ടായി മാറി. അപ്പോൾ തെറ്റ് വരുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാം. അക്കാഡമിക് വേർഡ്സ്, ലീഗൽ വൊക്കാബുലറി, കണക്റ്റേഴ്സ്, ഇത്തരം കാര്യങ്ങളുടെ ഒരു ശേഖരണം തന്നെ നിങ്ങൾക്ക് ആഴ്ച കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണ്? നിങ്ങളുടെ പ്രൊസിഷൻ കൂടും, എസ്ഐസ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവും, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ക്വാളിറ്റി വർദ്ധിക്കും. ഇതെല്ലാം തന്നെ ഗ്രാജുവലി ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ വീക്ക്ലി മോക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എല്ലാ ദിവസവും എഴുതും. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധിതമായി നിങ്ങൾക്ക് പരീക്ഷയുണ്ടാവും. ആ പരീക്ഷയ്ക്ക് ഫീഡ്ബാക്കും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു എക്സാം സിമുലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ എക്സാമിനേഷൻ ആങ്സൈറ്റി കുറയും. അതോടൊപ്പം റൈറ്റിംഗ് സ്റ്റാമിന വർദ്ധിക്കും. വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ പ്രോഗ്രസ് ഇതുപോലെ നല്ലപോലെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ പേഴ്സണൽ സ്ക്രിപ്റ്റ് ഇവാലുവേഷൻ. നിങ്ങൾ ആ പരീക്ഷ എഴുതുന്നു, അത് കൃത്യമായിട്ട് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എവിടെ മെച്ചപ്പെടുത്തണം എന്നുള്ളതിന്, ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷനും പ്രസന്റേഷനും എല്ലാം തന്നെ വിലയിരുത്താൻ ഒരു മികച്ച ടീമിനെ തന്നെയാണ് നമ്മളിവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം പെർഫോമൻസ് ട്രാക്കർ. ഈ 8 സ്റ്റെപ്പുകളും കഴിയുമ്പോഴത്തേക്കെന്നാണ് നിങ്ങളുടെ പെർഫോമൻസ് എവിടെ നിൽക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു പരീക്ഷ വരുമ്പോൾ നിങ്ങൾ 100-ൽ നിങ്ങൾ എവിടെ എത്തും, ഏത് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രിഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള, അതെല്ലാം നിങ്ങളുടെ റൈറ്റിംഗ് കൺസിസ്റ്റൻസി എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ വൊക്കാബുലറി ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് നിങ്ങളൊന്ന് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെ അനവധി ബെനിഫിറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? സോ നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നതിന് ഇതാണ്: വായിക്കുക, എഴുതുക, കറക്റ്റ് ചെയ്യുക, വീണ്ടും അത് റീറൈറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, റിപ്പീറ്റ്. ഈ ഒരു ഫോർമാറ്റിലാണ് മൊത്തം കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട കാര്യം, when the Kerala High Court examiner opens your answer script, they don't know your coaching institute. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷൻ വരുമ്പോഴത്തേക്ക് അതാരാണോ വാല്യൂ ചെയ്യുന്നത്, മനുഷ്യനാണോ യന്ത്രമാണെങ്കിലും, അവർക്കറിയില്ല നിങ്ങൾ എവിടെ പഠിച്ചു, നിങ്ങളുടെ ഡിഗ്രി എന്താണ്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സ്കോർ എന്താണെന്നൊന്നും അവർക്കറിയില്ല. ദേ സീ ഓൺലി വൺ തിങ്. അവരൊരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ. അത് എന്താണ്? വാട്ട് യു ഹാവ് റിട്ടൺ ഓൺ ദോസ് പേജസ്. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു, അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. സോ യുവർ ഹാൻഡ് റൈറ്റിംഗ്, നിങ്ങളുടെ ക്ലാരിറ്റി, നിങ്ങളുടെ സ്ട്രക്ചർ, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ തിങ്കിങ്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദിസ് 60 മാർക്ക് പേപ്പർ ഡിസൈഡ്സ് ദ റാങ്ക് ലിസ്റ്റ്. കണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പേപ്പർ ഒരു റാങ്ക് ഡിസൈഡിങ് പേപ്പർ ആണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ലൈവ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ലോഞ്ച് ചെയ്തു എന്നുള്ള സന്തോഷ വാർത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യകത എന്താണ്. മറ്റു കാര്യങ്ങളെല്ലാം, ഫസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരുപക്ഷെ പഠിക്കാൻ നിങ്ങൾക്ക് 100 കണക്കിന് സോഴ്സുകളുണ്ട്. പക്ഷെ അതുപോലെയല്ല ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, അത് റാങ്ക് ഡിസൈഡിങ് പേപ്പറാണ്. എല്ലാ ദിവസവും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകാതെ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ മുന്നേറാൻ സാധിക്കില്ല. അപ്പോൾ അതിന്
നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന, നിങ്ങളെ ഗൈഡ് ചെയ്യിക്കുന്ന ഏറ്റവും മികച്ച ടീമിനൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കുകയും റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്താൻ സാധിക്കുകയും ചെയ്യും. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, ബാച്ചിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലുള്ള കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഇനിയും ചാനലിലൂടെ കാണാം. താങ്ക് യു. എത്ര മിനിറ്റ്?